നീ ബാത്ത് റൂമിൽ വെച്ച് ഈരരുതേ മുടി, അതിനത് ബലക്ഷയമുണ്ടതോർത്ത് നീ കൈകടി. ശത്രുക്കളിൽ നിന്നും ഗുണം തേടണ്ട, ക്ഷണിക്കാത്ത സുപ്രയിലേക്ക് നീ കടക്കേണ്ട. ഗൃഹനാഥനിൽ നീ ആജ്ഞയും ചെയ്യണ്ട, സിറായ സദസ്സിൽ കയറി നീ ചെല്ലണ്ട. അശ്രദ്ധനിൽ സംസാരത്തിനൊരുങ്ങേണ്ട, സുൽത്താന ഹാസ്യം ആക്കുവാൻ തുനിയണ്ട. നീ ഹീനനായിത്തീരുന്നതാണിവ കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. ഫലിതം ഉപേക്ഷിക്കുന്നതേറ്റം നല്ലതാ, അതുകൊണ്ട് മാന്യത പോകുവാനിടയുള്ളതാ. പാപത്തിനെല്ലാം തൗബയുണ്ടെന്നോർക്കണം, സ്വഭാവദൂഷ്യത്തിനതില്ലെന്നറിയണം. അക്ഷമ നിനക്കുണ്ടായിരുന്നാൽ പിന്നെ റാഹത്തുടൻ സ്ഥലം വിട്ട് പോയതു തന്നെ. ദേഷ്യം വിഴുങ്ങൽ ഏറ്റവും ഹൈറുള്ളതാ, അവൻ നാളെ അതുകൊണ്ടമ്നിലായി കഴിയുന്നതാ. ഈമാൻ്റെ രുചിയും ലഭ്യമായതു തന്നെ എന്നും ഹദീസിൽ വന്നതാണേ പൊന്നേ. പാപങ്ങളെല്ലാം തന്നെ ഒരു ഗോഡൗണിലും, അതിനുള്ള താക്കോലാണ് കള്ള് കുടിക്കലും.